വളരെ ശക്തമായിരിക്കുന്ന ശരീരമുള്ള ഒരു ക്രിസ്തീയ മതവിശ്വാസിയും അവൻ എന്താണ് അയൽക്കാരോടും മറ്റുള്ളവരോടും വഴക്കുണ്ടാക്കുമായിരുന്നു. അവൻ കൂടുതൽ വളർന്നു യൗവനക്കാരനായി വിവാഹം കഴിച്ചു. വിവാഹബന്ധം വേർപിരിയേണ്ടി വന്നു. അവൻ സകല മനുഷ്യർക്ക് ശത്രുവായിട്ട് തീർന്ന് അവന് ആ ശരീരത്തിന്റെ ബലത്തിൽ അഹങ്കരിച്ചെങ്കിൽ അവസാന സമയങ്ങളിൽ ശരീരത്തിന്റെ കഠിനമായിരിക്കുന്ന വേദനകളിൽ ആരും സഹായിപ്പാനില്ലാതെ അവരെന്താണ് കഠിനമായിരിക്കുന്ന വേദനകളും നിന്ദകളും ഏറ്റ് മരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങളുടെ ശരീരത്തിന്റെ ബലം കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ ഈ ശരീരം തന്നെ നാളെ നിങ്ങൾക്ക് ദുഃഖമായിട്ട് തീരും. അല്ല, ഒരു പെൺകുട്ടി തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നെങ്കിൽ ആ സൗന്ദര്യം തന്നെ അവർക്ക് ദുഃഖമായിട്ട് തീരും. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ അഹങ്കരിക്കുന്നെങ്കിൽ സമ്പത്ത് നിനക്കെന്താണ് അവസാനം ശാപമായിട്ട് തീരും. ഒരുവൻ അവന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അഹങ്കരിക്കുന്നുവെങ്കിൽ ദൈവമാണ് സകല അധികാരങ്ങൾ നൽകിത്തരുന്നത്. യേശുക്രിസ്തുവിനകത്തെ സകല അധികാരങ്ങളും ലോകത്തിൽ വാഴുന്നത്. ഒരുവനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അധികാരം, ഒരുവനെ പ്രധാനമന്ത്രി പദത്തിൽ അയക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അധികാരം, ഒരുവനെ ഗവൺമെന്റ് തലത്തിലോ മറ്റൊരു തലത്തിലോ നിങ്ങൾക്ക് ഒരു അധികാരം നൽകിത്തരുന്നത് യേശുക്രിസ്തുവിന്റെ കരുണ. എന്നാൽ നിങ്ങൾ ആ നിയമങ്ങൾക്ക് വിട്ട് നിങ്ങൾ സ്വാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഹങ്കാരം മനുഷ്യരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഈ കണക്ക് കൊടുക്കുന്ന ആള്, അതേ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഓരോ ദിവസത്തെയും കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കും.